Hi future doctors. NTA ഒന്ന് രണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അവരുടെ വാട്സപ്പ് ചാനൽസിലും ട്വിറ്ററിലും വെബ്സൈറ്റിലും ഒക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കള് പ്രിപ്പറേഷന്റെ ലാസ്റ്റ് മിനിറ്റ് ആണ്, റീനീറ്റിലേക്കുള്ള ആ ഒരു ലാസ്റ്റ് ഡേയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി നോക്കി കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിസ് ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഇത്രയേ ഉള്ളൂ. കുറെ പേർക്കൊക്കെ ഇന്ന് ചിലപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. NTA ഒരു സൈഡിൽ നിന്നുള്ള ഒരു മെസ്സേജ്, അതായത് നിങ്ങളുടെ ജൂൺ 21 നടക്കുന്ന റീനീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇതാണ് അതിന്റെ നമ്പർ, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് പേര് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് ചോദിച്ചിരുന്നു മിസ് എന്താണ് ഇതെന്നൊക്കെ. അപ്പൊ NTA തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതായത് NTA ഒഫീഷ്യൽ വാട്സപ്പ് മെസ്സേജസ് അയക്കുന്നത് അവരുടെ ഈ ഒരു വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ്. ദാറ്റ് ഈസ് 7827980287 ആ നമ്പറിൽ നിന്നായിരിക്കും. നമ്പർ മിസ് സ്ക്രീനിൽ കാണിക്കാം, ഈ നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ ഇട്ടേക്കാം. അപ്പോൾ പിന്നെ അത് NTA ഒഫീഷ്യൽ നമ്പറിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു ബ്ലൂ വെരിഫൈഡ് ടിക്ക് ഉണ്ടാവും, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ബ്ലൂ വെരിഫൈഡ് ടിക്കും NTA ഒഫീഷ്യൽ ലോഗോയും ഉണ്ടാകും. ആൻഡ് നമ്പർ സെയിം നമ്പർ വിത്തൗട്ട് ദ ബ്ലൂ ടിക്ക് ഇസ് നോട്ട് NTA. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള മറ്റ് മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ NTA നേരത്തെ തന്നെ തന്നിട്ടുള്ള പോർട്ടലിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ അഡ്മിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം, വിച്ച് ഇസ് neet.nta.nic.in. പിന്നെ NTA പറഞ്ഞിരിക്കുന്നത് SMS ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ നിന്നായിരിക്കും വരിക, അല്ലെങ്കിൽ ഒഫീഷ്യൽ സെൻഡർ ആയിരിക്കും, ദാറ്റ് ഈസ് NICPEP അതായിരിക്കും ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ, അല്ലെങ്കിൽ സെൻഡർ NICPEP നിന്നായിരിക്കും വരിക. ആൻഡ് ഇമെയിൽസ് വരുന്നത് ഈ ഒരേ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരിക്കും, noreply.neet.nta@nic.in നിന്നായിരിക്കും. ആൻഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം. സോ NTA ഒരിക്കലും ഈ നമ്പറിൽ നിന്നോ അവരുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ നിന്നോ ഈ NICPEP എന്ന് പറയുന്ന നമ്പറിൽ നിന്നോ ഒരിക്കലും നിങ്ങളോട് പേയ്മെന്റ്സ് ചോദിക്കുകയില്ല, എന്തെങ്കിലും ലിങ്ക്സ് ചോദിക്കുകയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും OTP സെൻഡ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വേണോ, ലീക്ഡ് മെറ്റീരിയൽ അവൈലബിൾ ആണ്, അങ്ങനെയുള്ള ഫോൾസ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളത് NTA ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ലിങ്കിലൂടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് NTAക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും അവർ തരില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോൾസ് ഇൻഫർമേഷൻസിന്റെ പുറകെ മക്കൾ പോകാണ്ടിരിക്കുക, അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് എക്സാം ഹാളിലേക്ക് പോവുക. പിന്നെ അർജന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ ട്യൂൺ ടു സൈലം നീറ്റ്, ഞങ്ങൾ വന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഈ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റ് ലിങ്ക്സോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള മെസ്സേജസോ പേപ്പർ ഉണ്ട് അവൈലബിൾ ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒന്നും NTA ഒഫീഷ്യൽ സൈഡിൽ നിന്ന് വരില്ല. ഇനി അഡ്മിറ്റ് കാർഡിന്റെ കാര്യം, കുറെ പേർക്ക് വീണ്ടും നിങ്ങളുടെ ന്യൂ അഡ്മിറ്റ് കാർഡ് ഹാസ് ബീൻ റീഇഷ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് റീനീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർക്കുള്ള ഒരു റിമൈൻഡർ ആയിട്ടാണ് NTA ഇപ്പോൾ ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, കയ്യിൽ വെക്കുക. പിന്നെ മെയ് 3 നടന്ന എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് തന്നെ പറ്റുമോ, അത് തന്നെ മതിയോ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇരിക്കുന്നത്, അത് പറ്റില്ല, അത് ഇനി വാലിഡ് അല്ല. അപ്പൊ നിങ്ങൾ റീനീറ്റിന്റെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ചെയ്തിട്ടില്ലാത്തവർ ഉടനെ ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യമാണ് അവർ ഈ ഒരു റീ ഇഷ്യൂ ഓഫ് ന്യൂ അഡ്മിറ്റ് കാർഡ് എന്നുള്ള മെസ്സേജിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് പേർക്കൊക്കെ വെബ്സൈറ്റ് എററും കാര്യങ്ങളും ഒക്കെ കാരണം ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആവുന്നില്ലായിരുന്നു. ഡൗൺലോഡ് ആയവർക്ക് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ ഇമെയിലൊക്കെ അയച്ച് കംപ്ലൈന്റ് ഒക്കെ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ന്യൂ അഡ്മിറ്റ് കാർഡ് റീഇഷ്യൂഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഓക്കെ ആണെങ്കിൽ റീനീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് വീണ്ടും മിസ് പറയുന്നു ഇനിയും പോയി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ ചെയ്യാത്തവരാണ് ആ മെസ്സേജ് അനുസരിച്ച് ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പം ഈ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറൊന്നും ആലോചിക്കേണ്ട. ബാക്കി ഫൈനൽ റിമൈൻഡേഴ്സ് ഒക്കെ ആയിട്ട് വീഡിയോസ് ആയിട്ട് മിസ് വരുന്നുണ്ട്. സ്റ്റേ ഫോക്കസ്. നമ്മുടെ മാരത്തോൺ ലൈവ് ഉണ്ട് നാളെ, ഫൈനൽ മാരത്തോൺ ഇന്ന് നാളേക്ക് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.